Thank you. So, good morning, all. I am Arun. I am working in Mar Basilius College of Engineering and Technology, Trivandrum, and faculty enabler of GTech MuLearn. സോ എന്താണ് മ്യൂലേൺ 3.0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ടു സ്റ്റാൻഡ് ഹിയർ ആസ് എ മ്യൂലേണർ ആൻഡ് ലോഞ്ച് ദിസ് തേർഡ് വേർഷൻ ഓഫ് അവർ ലേണിംഗ് റെവല്യൂഷൻ. ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. ബീയിങ് എ ഫാക്കൽറ്റി, നമുക്കിതുപോലെ പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണല്ലോ. So, how many of you think or how many of you feel that there should be some change that is required in the current education system? ഇപ്പോൾ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാകും? I think that is close to 100%, almost. സോ നമ്മൾ മോസ്റ്റ് ഓഫ് ദി സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്ത് നമുക്കിതുപോലെ ചേഞ്ച് വേണോ? ഉറപ്പായിട്ടും ആൾക്കാർ ചേഞ്ച് വേണം. എന്ത് ചേഞ്ചാണ് നമുക്ക് വേണ്ടത്? എക്സാംസ് വേണ്ട, അറ്റൻഡൻസ് വേണ്ട, മാർക്ക് വേണ്ട. ഓക്കെ, സോ ഓൾ ടുഗെദർ നമ്മുടെ സിസ്റ്റം എന്താണെന്ന് ഉള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഡിസ്കസ് ചെയ്ത് വന്നു. റിച്ചാർഡ് ഓൾറെഡി മെൻഷൻ ഹൗ ജെൻ സി ഓപ്പറേറ്റ്സ്. അതുപോലെ ദീപ് പറഞ്ഞു ഫാസ്റ്റ് ലേണേഴ്സ് എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ, എത്ര അജൈലായിട്ടാണ് അവരുടെ ഒരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളും ഉള്ളതെല്ലാം. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെയാണോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇവോൾവിങ് വിത്ത് ടൈം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ ഞാൻ കുട്ടികളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹാർട്ട്? നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് ഹാർട്ടിൻ്റെ പടം വരച്ച് ചേമ്പേഴ്സ് എല്ലാം മാർക്ക് ചെയ്ത് അതിൻ്റെ എവിടെ നിന്ന് ബ്ലഡ് വരുന്നു, എങ്ങനെ അത് ഫിൽട്ടർ ചെയ്യുന്നു, എങ്ങനെ പോകുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റത്തില്ല. ഹാർട്ട് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ഇത് സിമ്പിൾ വരച്ച് തരും. അപ്പോൾ ഹാർട്ടിൻ്റെ വർക്കിംഗ് നമ്മൾ സ്കൂളിൽ പഠിച്ചു, പക്ഷേ നമുക്കിപ്പോൾ അത് പറയാൻ അറിയില്ല. അപ്പോൾ അതിനുള്ള റീസൺ എന്തായിരിക്കും? അതിനുള്ള റീസൺ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് പഠിച്ചു, പരീക്ഷയ്ക്ക് എഴുതി, പേപ്പർ കൊടുത്ത് വിട്ടതിൻ്റെ കൂട്ടത്തിൽ നമ്മളതിന് ഹാർട്ടുമായിട്ടുള്ള ബന്ധം നമ്മളങ്ങ് ഉപേക്ഷിച്ചു. കാരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ലങ്സാണ്, അത് കഴിഞ്ഞ് കിഡ്നി വരും, ബ്രെയിൻ വരും. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റാൻഡം വോളറ്റൈൽ മെമ്മറിയിൽ കാര്യങ്ങൾ സേവ് ചെയ്യുന്നു, ഇറേസ് ചെയ്യുന്നു, പുതിയ സാധനം സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുന്നൊരു മോഡിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നമ്മൾ ബാഹുബലി എന്ന് പറയുന്ന സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട്? യെസ്, ബാഹുബലിയിലെ ഒരു സീനുണ്ട്. ബാഹുബലിയും ദേവസേനയും കൂടി കുറേ പന്നികളെ ഹണ്ട് ചെയ്യാൻ പോകുന്നൊരു സീൻ ഇല്ലേ? ഇല്ലേ? അതിൽ ഒരു ബോ ആൻഡ് ആരോ ആണ് യൂസ് ചെയ്തത്, ആണെന്ന് ഓർമ്മയുണ്ടോ? യാ, പിങ്ക് ആൻഡ് ബ്ലൂ അല്ലേ? എല്ലാവർക്കും അറിയാം അല്ലേ? ഒന്ന് ആലോചിച്ച്, നമ്മുടെ ജീവിത വിജയത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷനാണ്. ബാഹുബലിയും ദേവസേനയും യൂസ് ചെയ്തത് ബ്ലൂവും പിങ്കും ആയിട്ടുള്ള ആരോസ് ആണ്. പക്ഷേ ഹാർട്ടിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാൻ അറിയത്തില്ല. സോ വിച്ച് അഗെയിൻ മീൻസ് ദാറ്റ് എന്തുകൊണ്ട് നമ്മളിത് ഓർത്തിരിക്കുന്നു? ഇറ്റ് വാസ് എൻഗേജിങ് അല്ലേ? അപ്പോൾ കണ്ടൻറ്റ് എൻഗേജിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓർത്തിരിക്കാനോ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനോ ഒക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു. നമുക്ക് ഒരു കൺവെൻഷണലായ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇൻസ്റ്റെഡ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് വി ആർ ബിൽഡിങ് എ ന്യൂ മോഡൽ വിച്ച് ഇസ് മേക്കിംഗ് ദി എക്സിസ്റ്റിംഗ് മോഡൽ ഒബ്സൊലീറ്റ്. ഓക്കെ, അപ്പോൾ മ്യൂലേണിനകത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് വേണ്ട ടാസ്കുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസ്, അതിനെ നമ്മൾ ടാസ്കുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ശ്രീകുമാർ സാറ് പറഞ്ഞു നമ്മുടെ ടെക്നോ പാർക്കിലേക്ക് കയറുന്ന പ്രോസസ്സ് എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ വെന്യൂലേക്ക് വരാൻ വേണ്ടിയിട്ട് ഗേറ്റിൽ വന്നപ്പോഴേക്കും എഗെയിൻ നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി നോക്കുന്ന പോലീസ് ഓഫീസേഴ്സ് വളരെയധികം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മളെ ചോദിച്ചു എങ്ങോട്ടാണ് വന്നത്, എന്താണ് പരിപാടി, അപ്പോൾ എവിടെ നിന്നാണ് വിളിച്ച് പറഞ്ഞത്, കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ
ഞാൻ സ്റ്റാർട്ടപ്പ് മിഷൻ, നമ്മുടെ തേജസ്വിനി ബിൽഡിംഗ്, ബീഗിൾ, ഫായ എല്ലാം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ എവിടെയോ G-Tech മ്യൂലേൺ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു G-Tech മ്യൂലേൺ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ, അതായത് G-Tech മ്യൂലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഗ്യാപ്പുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അത് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടാസ്കുകളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ കൊണ്ട് ഈ ടാസ്ക് കുട്ടികൾ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പോയിൻറ്റ്സ് കിട്ടുന്നു. പുള്ളി തിരിച്ചു വയ്ക്കണം, അതല്ലേ കർമ്മ പോയിൻറ്റ്സ്. പുള്ളിയുടെ വൈഫ് ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ ഇങ്ങോട്ട് വന്ന എല്ലാ ആൾക്കാരോടും പുള്ളി നിന്ന് നിർത്തി എന്താണ് G-Tech മ്യൂലേൺ എന്നുള്ളത് കേട്ട് മനസ്സിലാക്കി പുള്ളി അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ് ദാറ്റ് പോയിൻ്റ് ഐ റിയലി ഫെൽറ്റ് പ്രൗഡ്, ബിക്കോസ് നമ്മൾ ഇതുപോലൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്തേക്ക് ആൾക്കാർ വരുന്നു, പഠിക്കുന്നു എന്ന് പറയുമ്പോഴും ദ കൈൻഡ് ഓഫ് ഡെമോക്രാറ്റൈസേഷൻ ഇറ്റ് ഹാസ് ഓൾറെഡി ക്രിയേറ്റഡ് എന്ന് പറയുന്നത് ഇസ് റിയലി അമേസിങ്. അപ്പോൾ ഈ ഒരു 2.0 വേർഷനിൽ നിന്ന് 3.0 വേർഷനിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് മെയിനായിട്ടും എന്താണ് വേണ്ടത്? നമ്മുടെ പ്ലാറ്റ്ഫോം സെറ്റായി സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള കോവിഡിൻ്റെ ക്രൈസിസ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആൻഡ് വി ഗോട്ട് എ വെരി സോളിഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്രൂ വിച്ച് വി ക്യാൻ റോൾ ഔട്ട് അവർ ഡ്രീംസ്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനൊരു മാറ്റം വേണം എന്നുള്ളതിനെ ഡിജിറ്റലി ക്യാപ്ചർ ചെയ്ത് നമുക്ക് കുട്ടികളിലേക്ക് കൊണ്ടുവരാനും മാസീവായിട്ട് ആദ്യം തന്നെ സ്കെയിൽ ചെയ്ത് 30,000+ സ്റ്റുഡൻസിനെ ഇപ്പോൾ ഓൺബോർഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാൻ പോകുന്നൊരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ സ്പേസിൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് വരുന്നു, അവർക്കുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, അവർ ഡിജിറ്റൽ സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ അവിടെ നിന്ന് ക്യാമ്പസുകളിലേക്ക് നമുക്ക് ഫിസിക്കലി എങ്ങനെ കൊണ്ടുവരാം. ദാറ്റ് ഈസ് ദി ആക്ച്വൽ കോൺസെപ്റ്റ് ഓഫ് മ്യൂലേൺ. നമുക്ക് മൈക്രോ ലേണിംഗ് ഗ്രൂപ്പ്സ് എങ്ങനെ ഉണ്ടാക്കാം. ദീപു പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയൊരു ടെക്നോളജി വരുമ്പോൾ in spite of waiting for that particular thing to get added into the curriculum and propagated through classrooms, ഒരു സീനിയർ വന്നിട്ട് പറയാണ്, എടാ ഇങ്ങനൊരു ടെക്നോളജി വന്നിട്ടുണ്ട്, നമുക്കിന്ന് വൈകുന്നേരം 4:30 ശേഷം ഒന്ന് ലാബിലിരുന്ന് ഒന്ന് പഠിച്ചു പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ക്രിയേറ്റ് സം സോർട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള മൈക്രോ ലേണിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് മ്യൂലേണിൻ്റെ കോർ ഫിലോസഫി. പ്യുവർ ലേണിംഗ് തന്നെയാണ് മ്യൂലേണിൻ്റെ കോർ ഫിലോസഫി. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഒരു ഫിസിക്കൽ സ്പേസിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ആ ഒരു ഫിസിക്കൽ സ്പേസിൽ വരുമ്പോഴേക്കും പുതിയ ടെക്നോളജി വന്നു. അപ്പോൾ ക്യാമ്പസുകളിൽ നിങ്ങൾ ആമിയുടെ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IoT, എന്ത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് വേണം ആ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക്, അല്ലെങ്കിൽ 2-3 പേരായാലും മതി, അവർക്ക് താല്പര്യമുള്ള ഒരു ഏരിയ കണ്ടെത്തി അവർ അത് പഠിക്കാൻ തയ്യാറാകുന്നു. അത് തന്നെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇതിനൊക്കെ നമ്മൾ ഈ പേരുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ദീപു ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ നമുക്ക് സെൻട്രൽ ലെവലിൽ വി ഹാവ് ദി സിസ്റ്റം, വി ഹാവ് എ തിങ്ക് ടാങ്ക് ദാറ്റ് വർക്ക്സ് ഓൺ വാട്ട് ഓൾ തിങ്സ് ടു ബി ലേൺഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനെ നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ അവിടെ ദ ഗാർഡൻ ടു ഫോറസ്റ്റ് ട്രാൻസിഷൻ പറഞ്ഞ പോലെ അലുമിനൈ നെറ്റ്വർക്ക് വച്ചിട്ട് വി വിൽ ബി ക്രിയേറ്റിംഗ് തിങ്ക് ടാങ്ക്സ്. സോ ബേസിക്കലി നമ്മൾ ഇനിയുള്ള സ്ട്രക്ചർ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴേക്കും ക്യാമ്പസുകളിൽ ക്യാമ്പസ് ലീഡും ടീമും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്തെടുക്കാം. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിന് ഓരോന്നിനും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ലീഡ്സ് ഉണ്ടാകും, ക്യാമ്പസിലെ സ്റ്റുഡൻസ് തന്നെയായിരിക്കും. ഇവർ എല്ലാ മന്തും വാട്ട് ഇസ് ദി ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ ദി ഇൻഡസ്ട്രി എന്നുള്ളത് അവരൊന്ന് അഗ്രസീവായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ദേ ആർ പ്രസൻറ്റിങ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി തിങ്ക് ടാങ്ക്. എന്ന് പറഞ്ഞാൽ കോളേജ് ലെവൽ തിങ്ക് ടാങ്ക്. കോളേജിലെ തിങ്ക് ടാങ്കിൽ ആരൊക്കെ വേണം? നമ്മുടെ അലുമിനൈ നെറ്റ്വർക്കിൽ ആ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ IoT ആണെന്നുണ്ടെങ്കിൽ IoTയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അലുമിനൈ മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ കോളേജ് തിങ്ക് ടാങ്കിൽ ഉണ്ടാകുന്നത്. ആൻഡ് കളക്റ്റീവ്ലി ദേ വിൽ ഡിസൈഡ് ഹൗ ആൻഡ് എങ്ങനെയാണ് കുട്ടികളിത് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ തന്നെ പ്ലാൻ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോവാം. ആൻഡ് ഓൾസോ ക്യാമ്പസ് ടു ക്യാമ്പസ് കണക്റ്റ്. ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ക്ലോസ് ടു 3:30 വരെയൊക്കെ നമ്മളിവിടെ ഈ ക്യാമ്പസിലുണ്ടായിരുന്നു. ആൻഡ് വാട്ട് വി സീ ഇസ് പല കോളേജസിലെയും കുട്ടികൾ വന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു എഫേർട്ട് ഇടുന്നത്. And the camaraderie or the warmth which we see around here is superb.
അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും വീണ്ടും കണക്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ഒരു സംഭവം. അപ്പോൾ ഇപ്പോൾ ഡിസ്കോർഡിനകത്തിരുന്നിട്ട് നമ്മൾക്ക് ഒരു ഡൗട്ടുള്ള 10 പേരുണ്ടെങ്കിൽ അതിൽ 5 പേരെ ഹെൽപ്പ് ചോദിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഫിസിക്കലി കൊണ്ടുവരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടായി വരും, ലേണിംഗ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഉണ്ടാകും. ദിസ് ഈസ് വാട്ട് വി ഇൻറ്റെൻഡ് ടു ഡു.